നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി നന്ദി പറഞ്ഞ കർത്താവേ, എത്രയോണം മരണം വഴിയെ കടന്നുപോയി പിതാവേ. ആപത്തിലൊക്കെ ഉപകരിച്ച് ആഹാരം തന്ന, വസ്ത്രം തന്ന, തീറ്റിപ്പോറ്റിയ കൃപയ്ക്കായി നന്ദി പറഞ്ഞു. എത്രയോണം പിതാവേ ഇന്ന് ദുഃഖത്തിലും പട്ടിണിയിലും ദാരിദ്ര്യമാണല്ലോ കർത്താവേ. അതിനെല്ലാ ലൈലകളെ ഞങ്ങളെ പോറ്റി തിന്ന് തൃപ്തരാക്കി പോറ്റി വളർത്തിയതിനായി നന്ദി പറയുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ മുടിനാര് പോലും കൊഴിയുന്നുള്ള പിതാവേ നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾക്ക് മുഴുവഴിക്ക് പ്രകാശവും കാലദീപമായി നീ പ്രകാശിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് നല്ലത് പ്രസംഗിക്കാനുള്ള കൃപ വരണം. പരിശുദ്ധാത്മാവ് കേസുനാമം തന്നെ ആമീൻ. പൂർണ്ണ ഹൃദയത്വം, പൂർണ്ണ ആത്മാവും, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണതയാവുന്നത്? തമ്പുരാൻ തൻ്റെ കാൽവറി ക്രൂഫ് മരണമായപ്പോഴാണ് തമ്പുരാൻ പൂർണ്ണതയിലെന്ന് തോന്നിയത്. അപൂർണമായ മനുഷ്യൻ പൂർണ്ണതയിലെത്തിയതാണ് ക്രൂസ് മരണം കഴിഞ്ഞാണ്. അതാണ് തമ്പുരാൻ പറഞ്ഞത്, നമുക്ക് പൂർണ്ണതയില്ല, നമ്മളെപ്പോഴും അപൂർണമായ മനുഷ്യനാണോ ബലഹീനതയുണ്ട്. ദൈവത്തിന് മാത്രമേ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് തമ്പുരാൻ പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നമ്മളാരും ഏറ്റവും വലിയ കൽപ്പനയാണ് തമ്പുരാൻ എഴുതി വെച്ച. വല്ലവരെല്ലാം പറയാൻ ആർക്കും അങ്ങനെയൊക്കെ അതല്ല. ഏറ്റവും കൂടുതൽ വലിയ കൽപ്പന ഇതാണ്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയും ദൈവം നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അവർ ചോദിക്കുന്നു, കർത്താവേ ആരാണ് അയൽക്കാരൻ? ചോദിക്കുന്നുള്ളൂ, നീ ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് വെച്ച്. നമ്മൾ കാണുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളുടെ അയൽക്കാരൻ, എല്ലാവരും അയൽക്കാരൻ. പൂർണ്ണത വേണം. ഒരു മനുഷ്യന് പൂർണ്ണതയില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് പോയാൽ അവിടോട്ട് ചൊല്ലും, അമ്പലത്തിൽ പോയാൽ അവിടെയൊക്കെ. നമുക്ക് അല്പസുഖത്തിന് വേണ്ടി നമ്മൾ ഓടുന്നവരാണ്. ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മളെ അല്പസുഖത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഓടാൻ എനിക്ക് പെട്ടെന്നായിരിക്കണം. എല്ലാ കാര്യം കമ്പ്യൂട്ടറോ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടണമെന്നല്ല. തമ്പുരാൻ തൻ്റെ ഫന്നിൽ ജോസഫിനെ ഇസ്രായേൽ ജനത്തിന് വിറ്റു. ആ തന്ത എത്ര നാൾ കരഞ്ഞു. മുടിയനായ പുത്രൻ ഇറങ്ങിപ്പോയി. ആ മകൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞു. നമ്മളെപ്പോഴും ഒരു കപ്പ നട്ടു, 9 മാസം വേണം. ഈ 9 മാസത്തിന് അങ്ങോട്ട് ഓടിച്ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ അറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് തമ്പുരാൻ എടുക്കുന്നത് നമ്മളെ. അതാ തമ്പുരാൻ പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടെ. എപ്പോഴാണ് നമുക്ക് പൂർണ്ണത ഉണ്ടോ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ഭക്തിയോടും സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? സ്വന്തം ഇഞ്ഞ് വന്ന ഒരു സ്വന്തം ഇന്ന് നമ്മുടെ വീട്ടിൽ എൻ്റെ ഉൾപ്പെടെ നമ്മൾ സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിലെങ്കിൽ തേങ്ങല. എന്താ? പൂർണ്ണതയില്ല നമുക്ക്. നമ്മൾ പലപ്പോഴും പുറമോട്ട് നോക്കാം, അവൻ അങ്ങനെ ചെയ്തു. എൻ്റെ ഉൾപ്പെടെ പറഞ്ഞു, ഞാൻ നല്ലവനൊന്നും അല്ല കേട്ടോ, എൻ്റെ ഉൾപ്പെടെ ഞാൻ പറഞ്ഞത്. അവൻ അങ്ങനെ ഇങ്ങനെ നമ്മളെ ബലഹീനതകളെ നമ്മൾ പറഞ്ഞ് നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തും. നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും, അവൻ അങ്ങനെ ചെയ്തു, അവനെ അങ്ങനെ പറഞ്ഞു, അവനങ്ങനെ. അന്നേരം എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ സാത്താൻ വസിച്ചുകൊണ്ടേയിരിക്കും. സാത്താൻ പറയാം, അത് പറ, അവൻ കണ്ടോ ഇങ്ങനെ തുന്നി തരുമ്പോൾ എപ്പോഴും ദൈവം തമ്പുരാൻ്റെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്താ? നമ്മൾ പുറമോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ആ സ്ഥാനത്ത് തമ്പുരാനെ നന്ദി പറഞ്ഞ്, കർത്താവേ ഇതെല്ലാം എനിക്ക് തരാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അന്നേരം സാത്താൻ പറയും, അങ്ങനെയല്ല പറഞ്ഞു, ഇങ്ങനെ പറയണമെന്ന് പറയും. അന്നേരം അതാ തമ്പുരാൻ പറഞ്ഞു, പൂർണ്ണത എപ്പോഴാണ് വരുന്നത്? നമ്മളൊരു മനുഷ്യൻ ദൈവത്തിലാവണം. തമ്പുരാൻ തന്നെ പറഞ്ഞു പത്രോസിൻ്റെ അടുക്കൽ, എടാ നീ എന്നിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന. തമ്പുരാൻ്റെ കൂടെ തന്നെ പത്രോസ് ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു രീതിയിൽ പറയുന്നുണ്ട്, ഞാൻ ഫാത്താൻ നിനക്ക് വേണ്ടി പാറ്റുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേരം ദൈവം തമ്പുരാൻ്റെ ശിഷ്യന്മാർക്ക് പോലും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ തമ്പുരാൻ്റെ ആരെ കണ്ടും സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂലി നമുക്ക് കിട്ടും. നമ്മളത് പ്രാർത്ഥിച്ച് മുന്നേറുക. നിന്റെ അയൽക്കാരൻ നിന്നെ പോലെ നീ പോലെയും അവൻ പ്രതിപാദിച്ചു. ശരിയാണ് തന്നെ ഉത്തരം പറഞ്ഞത്. പ്രവർത്തിക്കാൻ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? നമ്മൾ സഹോദരങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല യേശുമ്പരാനുള്ളത്. തമ്പുരാൻ്റെ നിയമം പാലിക്കുന്ന ഏതവനും അവനെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അത് മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യാനി ആവാം, ഏത് ജാതിക്കാരും, ഫറാർമാരാവാം. പക്ഷെ നമ്മൾ പൂർണ്ണതയില്ല നമുക്ക് വിളിക്കുന്നിടത്ത്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പം നമുക്ക് കിട്ടുമെന്ന് ആരെങ്കിലും ചിന്തിക്കും? കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അടുത്ത് നമ്മൾ പോവാം. അന്നേരം പൂർണ്ണതയില്ലാത്ത ഞാനും നിങ്ങളുമാകുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പൂർണ്ണതയില്ല. ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അതായത് യേശു അവനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് എറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ചു, അവനെ തല്ലി. അർദ്ധപ്രാണക്കായി ഒന്നുമില്ലാത്തവനായി അവനെ റോളിട്ടിട്ട് പോയി. എന്നിട്ട് അതിലെ കൂടെ വന്നത് ആരാ?
ഒരു പുരോഹിതൻ വന്നു. വർഷത്തിൽ ഒരിക്കലും അവർ കുർബാന കിട്ടുന്നു. അവരും മിണ്ടാതെ അങ്ങ് പോയി. അപ്പോൾ ഒരു ഫമിലിയക്കാർ, ഒരു അല്ലാത്തവനും വന്നു. ലേവ്യനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടുവെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു ഫമിലിയക്കാരൻ യാത്ര മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ടു, മനസ്സരിഞ്ഞു. അടുത്ത് ചെന്ന് എണ്ണയും അവൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണയും വീഞ്ഞുവാ. അതെടുത്ത് മുറിവ് കെട്ടി അവനടുത്തുള്ള പത്രത്തിൽ കൊണ്ടാക്കി ദിനാറ് കൊടുത്തു. അടുത്ത് എണ്ണയും വീഞ്ഞു ഒഴിഞ്ഞ് അവൻ്റെ മുറിവിൽ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് അവൻ ചെയ്യണം. അവൻ്റെ വാഹനമായ കഴുതപ്പുറത്ത് അവൻ നടന്നിട്ട് അവൻ്റെ കഴുതപ്പുറത്ത് എടുത്തുകൊണ്ട് പോയി. അത് അവൻ്റെ വസ്ത്രം ഉരിഞ്ഞ് വീഞ്ഞു അവൻ്റെ മുറിവിൽ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു പത്രത്തിൽ കൊണ്ടു ചെന്നു പരിചരിച്ചു. അടുത്ത ദിവസം അവൻ പത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തു. നമ്മളത് ചെയ്യൂ. നമ്മൾ പോവുക. പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ കുർബാന കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. തമ്പുരാൻ അതാ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞത്. അവൻ മറുസൈഡിൽ കൂടെ പോയി. അവൻ കണ്ടു, പക്ഷേ തമ്പുരാൻ കണ്ടു നീ മറുസൈഡിൽ കൂടെ ചാടുന്നത്. നമ്മുടെ കുർബാനകളും കുമ്പസാരങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയല്ലേ. ഒരുത്തൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് നമ്മൾ കൊടുക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ച്. ഒരു പാവപ്പെട്ടവൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഇല്ലെന്ന് പറയും. ഇഷ്ടംപോലെ എൻ്റെ കാലം ഉണ്ട്, ഉണ്ടായിട്ടല്ല. ഞാൻ ഇന്നലെ ഒരു സംഭവം വന്നിട്ട് ഒരമ്മച്ചി അവരെന്നെ തുറിച്ചു. ഞാൻ അറിയത്തില്ല, ഒന്നും ഞാൻ കൊടുത്തോണ്ടുമല്ല പറഞ്ഞു. അമ്മച്ചി എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ദുഃഖം. ഇതേമേ അവർക്ക് എൻ്റെ ഇല്ല എങ്കിൽ തന്നെ ആ ഉള്ളതിൽ വീതം ഒരു 10 രൂപ എടുത്തു. മക്കളെ അവരന്നേരം ഞാൻ കൊടുത്തിട്ട് തിരിച്ചു പോരുമ്പം മോൻ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മച്ചി അറിഞ്ഞുകൊണ്ടല്ലോ, ദൈവം അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. അതുവരെ എനിക്ക് അസ്വസ്ഥനായിരുന്നു ഞാൻ. പക്ഷേ അവർക്ക് ഇച്ചിരി പൈസ അവർക്കുണ്ടോ ഇല്ലയോ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നാൽ നമ്മൾ എപ്പോഴും നമ്മൾ കൂട്ടി വെക്കുന്നത് ആർക്കാണ്? തമ്പുരാൻ തന്നെ ചോദിക്കുന്നത്. മൂടാ, ഇന്ന് നീ തിന്നുക ആനന്ദിക്കുക. ഇന്ന് നിന്നെ വിളിച്ചാൽ നിന്റെ ആത്മാവ് നിനക്ക് എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. എന്നാൽ നമ്മളുള്ള സമയത്തിന് തക്കത്തിന് ഉപയോഗിക്കുക. തക്കത്തിന് ഉപയോഗിക്കുന്നത് എന്താ കൊടുക്കുന്നതെന്ന് അറിയാം. നമ്മൾ അതായത് തമ്പുരാൻ പറഞ്ഞ അതാ അവൻ്റെ സത്ര സൂക്ഷിപ്പുകാരൻ്റെ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും പോരാതെ വന്നാൽ ഞാൻ പിന്നെ തരാമെന്ന്. നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് കഴിഞ്ഞാൽ കള്ള അഡ്രസ്സും പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോരുന്നത്. കാര്യം ഈ കാലത്തിൻ്റെ പോക്കതാ. എങ്കിലും നല്ലവർ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മൾ അന്നേരം എന്താ ചിന്തിക്കുന്നത് അറിയാം? പൂർണ്ണത നമുക്ക് വരണം. ദൈവത്തോട് ഏത് സമയവും നമുക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത നമുക്ക് പൂർണ്ണതയില്ല. അംശമായത് അത് മൊത്തം ആയിക്കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാത്ത എന്താ, നമ്മുടെ വിശ്വാസമായതുകൊണ്ട് കിട്ടുമോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ, കിട്ടുമോ. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് നമ്മൾ ഓടാൻ പോകും, അല്ലയോ? നമ്മുടെ ജീവിതം ഇപ്പോൾ കഷ്ടങ്ങളും പ്രയാസം. ഇന്ന് അമേരിക്കയിലൊക്കെ ഭയങ്കര പള്ളികളൊക്കെ ബാറാക്കി കഴിഞ്ഞു. ഇപ്പം അവർ നേരെ തിരിച്ചു വരിക. എന്താ? സമാധാനമില്ല, സന്തോഷമില്ല, കർത്താവ് എന്താ പറയുന്നത്? സകല ശിക്ഷയോടും സുവിശേഷം പറയും. വിശ്വസിക്കുന്നവൻ സ്ഥാനമേൽക്കണം, വിശ്വസിക്കാത്തവൻ അഗ്നിയിറക്കിടയാവും. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. എന്തും മാരകമായി കുടിച്ചാലും മരിക്കല. സർപ്പത്തെ കയ്യിലെടുക്കും. ഭാഷകളിൽ എന്താ? അവൻ പൂർണ്ണതയുള്ളവനായിട്ടായിരുന്നു. ആ പൂർണ്ണതയുള്ളവൻ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേ പോകും. എനിക്ക് അനുഭവം. നമ്മൾ അന്നേരം എന്താ ചെയ്യേണ്ടതെന്നറിയാം? കർത്താവിൻ്റെ ഒരിക്കൽ ചോദിച്ചു. അവൻ അതാ കൂട്ടി പറഞ്ഞ പുരോഹിതൻ പോയി, ലേവ്യനും പോയി. നല്ലൊരു ഫമിലിയക്കാരനാണ് വന്നത്. ഫമിലിയക്കാരൻ വന്ന് അവൻ്റെ എണ്ണയും അവൻ ആ കിടന്നിടത്ത് വെച്ച് തന്നെ അവൻ്റെ എണ്ണയും അത് മരുന്ന് ഇതും തൈരും എടുത്ത് പൂശി കെട്ടി അവൻ്റെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി അടുത്തുള്ള പത്രത്തിലാക്കി. എന്നിട്ട് 2 ദിനാറേയും കൊടുത്തു. അവൻ തിരിച്ചു വന്നു. എന്തെങ്കിലും പോരാതെ വന്നാൽ നീ എന്നോട് പറയണമെന്നാണ് പറഞ്ഞത്. നമ്മളത് ചെയ്യാറുണ്ട്. നമ്മൾ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ എനിക്കത് ചെയ്യണേ, ഇത് ചെയ്യണേ, മറ്റേ ചെയ്യണേ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കാത്തത് എന്താണെന്നറിയോ? നമ്മൾ പൂർണ്ണതയില്ലാത്തതുകൊണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നല്ലൊരു ഫമിലിയക്കാരനാവുക നമ്മൾ. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഫമിലിയക്കാരനെ പോലെ എല്ലാ വട്ടം പറ്റത്തില്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ വന്നു. ഇപ്പോൾ അദ്ദേഹം വർഷത്തിൽ കുർബാന ഓടിച്ച് പോയെങ്കിലും ആ വർഷത്തെ കുർബാനയ്ക്ക് അയാൾ 1ാം സ്ഥാനം കൊടുത്തത് അതിനാണ്. പക്ഷേ തമ്പുരാൻ 1ാം സ്ഥാനം കൊടുത്തത് അതാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ വഴിയരികിൽ കിടന്നപ്പോൾ അവനെ കൊണ്ടുപോകുന്നോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നമായിട്ടാണ് അവിടെ നിന്നെ. ഇവൻ എത്ര, അതായത് ദൈവത്തെ അറിയുന്നവർക്ക് പലതും കാണുമല്ലോ. സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ റോഡിൽ ഒരു തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് പോകാനോ അവനെ പരിചരിക്കാനോ ആർക്കൊന്നും സമയം ഉണ്ടോ? പേരും പെരുമയും കിട്ടത്തില്ല. മറ്റേത് കൊണ്ടുപോയി പത്രക്കാരിന്ന് പുറകെ നടക്കുക, ചാനലുകാരിന്ന് പുറകെ നടക്കുക, ഇന്ന ആൾ ഇന്നത് ചെയ്തു. പക്ഷേ തമ്പുരാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത്. നിങ്ങൾ അതായത് തമ്പുരാൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ രഹസ്യമായി പുരയ്ക്കകത്ത് കയറുന്ന പ്രാർത്ഥിക്കുക, പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മൾ പലപ്പോഴും, ഞാൻ ഉൾപ്പെടെ, നമ്മളെ വല്ലവരൊക്കെ കൊടുക്കുന്നത് മറ്റുള്ളവരറിയാൻ വേണ്ടി 10 അതിന് കൃപയില്ലെന്നാണ് പറയുന്നത്.
എന്നാലും രഹസ്യമായിട്ട് ചെയ്യുന്നത് രഹസ്യമായിട്ട് പിതാവിൻ്റെ അതാ സമരക്കാരൻ ചെയ്ത്. നല്ല സമരക്കാരൻ തമ്പുരാൻ അതാ പറഞ്ഞ്. ആ സമരക്കാരൻ വന്നിട്ട് അവൻ്റെ എണ്ണോ യവയോ എടുത്ത് ആ മുറിവിൽ വെച്ച് കെട്ടി അവൻ്റെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി അടുത്തൊരു പത്രത്തിലാക്കി. ഇനിയും പോരാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ 2 ദിനാറ് കൊടുത്തിട്ടാണ് കൊടുത്തത്. നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഒന്ന് ഓർമ്മിച്ച് നോക്കി, നമ്മളൊന്ന് പുറമോട്ടൊന്ന് ചിന്തിച്ച് നമ്മൾ ആരാണ്, നമ്മളെന്താണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്ന് കർത്താവ് മനുഷ്യനെ കൊണ്ട് അസാധ്യമെങ്കിൽ ദൈവം തമ്പുരാനെ കൊണ്ട് എല്ലാം സാധ്യമെന്നാണ് പറഞ്ഞത് ലൂക്കാസ് ദിവസത്തിൽ. നമ്മൾ ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കാതെ പറ്റുമോ? ഒരു കണ്ണാടി അലമാരിക്കകത്ത് ഉഴുന്നോടെ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി ആൾക്കാർ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് ഉഴുന്നോടെ ആവൂ. എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും, പൂർണ്ണതയോടെ വേണം. അല്ലാതെ അതാ തമ്പുരാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മ പൂർണ്ണ ഭക്തി നീ എന്നെ സ്നേഹിക്കുക, നീ നിന്റെ അയലക്കാരനെ സ്നേഹിക്കുക. ഏറ്റവും വലിയ കൽപ്പനയാണ് കേട്ടോ. ബൈബിൾ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് ഒന്നാമത്തെ കൽപ്പനയാണ് പൂർണ്ണത വേണം. നമുക്ക് പൂർണ്ണതയില്ലാതെ ഓടുന്നവർ പലരുടെയും അവസ്ഥ ദുഃഖവും പ്രയാസവും നടക്കാത്തതിൻ്റെ അവസ്ഥ പൂർണ്ണതയില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മളൊരു കപ്പ നട്ടാൽ അത് 9 മാസം വേണം. ഇപ്പോൾ പുതിയ നമ്മൾ ഏത് കൃഷി ചെയ്താലും അതിൻ്റെ മാസങ്ങളുണ്ട്. അതിനപ്പുറം നമ്മൾ ചെയ്യാതെ ഒന്നും കിട്ടത്തില്ല. എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഇരിക്കണം. ഇന്ന് നമ്മുടെ ഉള്ള പിതാക്കന്മാരൊക്കെ ഇരുന്നിട്ടാണ് മേടിച്ചത്. എന്നിട്ടും സകലമാണ്, ഇരുന്നിട്ടും കിട്ടി. അതായത് പൗലോസിന് എന്തെല്ലാം പ്രശ്നം വന്നു, എന്നിട്ട് സൗൽ മാറിയോ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടി മാറുമല്ല. നമുക്ക് പൂർണ്ണത നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. അനശ്വരമായ അപ്പത്തിന് കിട്ടണം. നശ്വരമായ നശിച്ചു പോകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. അതായത് തമ്പുരാൻ തരുന്ന അത് കർത്താവായ നിങ്ങൾ കൊടുക്കുന്ന അപ്പം തിന്നുന്നവനും ഏവനും കുടിക്കുന്നവനൊക്കെ ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കില്ല. ദൈവത്തിൻ്റെ വചനമാകുന്ന ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വെള്ളം കുടിക്കുവാൻ വേണ്ടി വാഞ്ചുള്ളവരായി നമ്മൾ മുന്നോട്ട് പോകണം. നല്ലവനായ സ്വർഗ്ഗപിതാവേ, പ്രാർത്ഥന കേട്ടനായി നന്ദി പറയുന്നു. പിതാവേ, ഇത് കേൾക്കുന്നവർ, വരുന്നവർ, പിതാവേ, റോഡ് ബ്ലോക്കാക്കി നിൽക്കുന്നവർ, എൻ്റെ വചനങ്ങളെ ബ്ലോക്കാക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബന്ധനങ്ങൾ അഴിക്കണം, അസ്വസ്ഥകളെ കെട്ടണം. അനേക രോഗികളുണ്ട്, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവർ അനേകരുണ്ട് കർത്താവേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. ഈ ലോകം യുദ്ധക്കളത്തിലാണല്ലോ കർത്താവേ. സമാധാനമില്ല, സന്തോഷമില്ലാതെ മനുഷ്യനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഓടുന്ന ഒരു കാലമാണ് കർത്താവ്. നീ ഇടപെടണം, സംസാരിക്കണം കർത്താവേ. യുദ്ധകാലങ്ങളൊക്കെ ഇല്ലാതാക്കണം കർത്താവേ. ദൈവത്തെ അറിയുന്ന മക്കളായി അനുഗ്രഹിക്കും. ഞാനാണെന്ന് വരുന്നത് പോവാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാൽപാദങ്ങളിൽ കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുവാൻ, നിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗിയായി കിടക്കുന്നവർ, ക്യാൻസർ, എയ്ഡ്സ് രോഗികളെ, മെൻ്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടബാധയെ കിടക്കുന്ന, ആത്മഹത്യ പ്രവണതയുള്ളവരെ ഓർത്ത്, എല്ലാ പൈസായത്തിലും പോരാട്ടങ്ങളുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നൽകുക യേശു നാമത്തിൽ തന്നെ ആമേൻ.